കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്ടെ ഒരു സ്കൂളിൽ നിന്നുള്ള ദൃശ്യം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു. ഒരു പ്രധാന അധ്യാപകൻ സ്കൂളിന്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുട്ടികൾ ഓടി വന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളാണ് വൈറലായത്. പാലക്കാട് ഗുരുകുലം സ്കൂളിലെ കാഴ്ചകളായിരുന്നു അത്. അവിടുത്തെ ആ പ്രധാന അധ്യാപകൻ വിജയൻ വി ആനന്ദിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിഞ്ഞു വരാം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ വന്നു. അത് ഭയങ്കര വൈറലാണ്. ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ, ആ പ്രിൻസിപ്പാളിനെ സ്നേഹത്താലെ പൊതിയുന്ന കുറേ കുട്ടികൾ. ഈച്ച പൊതിയുന്നത് പോലെയാണ് ആ പ്രിൻസിപ്പാളിനെ കുട്ടികൾ പൊതിയുന്നത്. ആലത്തൂരിലുള്ള ഗുരുകുലം സ്കൂളിലെ പ്രിൻസിപ്പാളാണ് വിജയൻ വി ആനന്ദ്. അദ്ദേഹത്തെയാണ് ഇങ്ങനെ കുട്ടികൾ സ്നേഹത്തോടെ പൊതിയുന്നത്. എന്തായിരിക്കും ആ കുട്ടികൾക്ക് ഈ മാഷോടുള്ള സ്നേഹത്തിന് കാരണം? അല്ല, നമ്മൾ കുട്ടികളോട് സ്നേഹം കൊടുക്കുന്നതുകൊണ്ട് അവർ സ്നേഹം തരികയാണല്ലോ. അപ്പോൾ നമുക്ക് പൊതുവേ സീ ദി വേൾഡ് ത്രൂ ദി ഐസ് ഓഫ് ചിൽഡ്രൻ എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അവരിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത്, ഇപ്പം ഞാനൊക്കെ കാണുമ്പോൾ ഒരു വലിയൊരു മനുഷ്യൻ നടന്നു പോകുന്നതായിട്ടാണ് കാണുക. അപ്പോൾ നമ്മളവരെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതെങ്ങനെയാണ് ഈ ഒരു വീഡിയോ പ്രചരിച്ചതും എങ്ങനെയാണ് പുറത്തു വന്നതൊക്കെ? അത് ഞാൻ സത്യത്തിൽ ഇതിന് എൻ്റെ മോള് ഇതേ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ ആദ്യ കാലത്തെ എൻ്റെ സ്റ്റുഡൻസിനോടുള്ള ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, ഭയങ്കര റൂഡായിട്ട് ഫിയർ ഉണ്ടെങ്കിൽ റെസ്പെക്റ്റ് വരൂ എന്നുള്ള ഒരു ധാരണയിൽ എനിക്ക് മുമ്പേ പോയവരും അതാണല്ലോ നമുക്ക് കാണിച്ചു തന്നത്. അത് തന്നെയാണ് ഞാനും പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ ലേറ്റർ ഓൺ സംഹൗ ഐ അണ്ടർസ്റ്റുഡ് ഇഫ് യു ഗിവ് ലവ്, ലവ് വിൽ കം ബാക്ക്. അപ്പോൾ ഞാൻ ചേഞ്ചായി ഇതൊക്കെ ചെയ്യുമ്പോൾ മോൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ്. ഇങ്ങനെ നീ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ കെട്ടിപ്പിടിക്കാൻ കുറേ കുഞ്ഞുങ്ങളുണ്ട്, എന്നെ ഉമ്മ വയ്ക്കും, അവരെൻ്റെ കവിള് പിടിച്ച് ഇങ്ങനെ ഇത് ചെയ്യും. അപ്പോൾ അത് അവൾക്കപ്പോൾ വിശ്വാസമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ മാഷോട് പറഞ്ഞു എനിക്ക് ഒരു CCTVയിൽ ആ കട്ടിങ് എനിക്കൊന്ന് തരുമോന്നാണ്. അപ്പോൾ പുള്ളിക്കാരെ അത് എടുത്തു തന്നു. എല്ലാ അധ്യാപകരും കണ്ടുപഠിക്കേണ്ട ഒരു അധ്യാപകനാണ് ഇദ്ദേഹം. കാരണം കുട്ടികളുടെ സ്നേഹവും കരുതലും ഒക്കെ വാങ്ങേണ്ടത് അത് ഭയപ്പെടുത്തിയോ ചൂരലുകൊണ്ടൊന്നും നേടിയെടുക്കേണ്ടതല്ല, മറിച്ച് ഇദ്ദേഹത്തെ പോലെ ജീവിച്ച് അവരുടെ ബഹുമാനവും സ്നേഹവും ഒക്കെ നേടിയെടുക്കണമെന്നാണ് ഇദ്ദേഹം തെളിയിക്കുന്നത്. മൽഘോഷ് സിമോനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. എന്തൊരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണല്ലേ, ഒരു പ്രധാന അധ്യാപകൻ എന്നതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഗൂഗിൾ VS നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട്. ഗൂഗിൾ, രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത്; മറ്റൊന്ന്, പേടിപ്പെടുത്തിയല്ല ബഹുമാനം തിരിച്ചു വാങ്ങേണ്ടത് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരിക്കും നമുക്കൊക്കെ ഒരു പ്രധാനാധ്യാപകൻ എന്ന് പറയുമ്പോൾ സാധാരണ ടീച്ചേഴ്സ് നമ്മളൊക്കെ ഒരു ബഹളം വെക്കുകയാണെങ്കിൽ വന്ന് പറയും ഞാനിത് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാണ് നമ്മളെയൊക്കെ പേടിപ്പിച്ചിട്ടുള്ളത് അല്ലേ. പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പേടിയുള്ളൊരു ആളായിരുന്നു. പക്ഷെ ഇവിടെ നോക്കി അങ്ങനെയല്ല, കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന എത്ര നിഷ്കളങ്കമായ സ്നേഹമാണ് അല്ലേ ഗോകുൽ? ഞാൻ പെട്ടെന്ന് ആലോചിച്ചേ, ഞാനൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലുണ്ടായിരുന്ന കാലമാണ്. പ്രിൻസിപ്പാൾ ഒരു വഴി വരികയാണെങ്കിൽ ഞങ്ങൾ വേറെ വഴി കൂടുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഭയമായിരുന്നു പ്രിൻസിപ്പാളിനെ. നമ്മൾ പലപ്പോഴും പ്രിൻസിപ്പാളിനെ മുന്നിൽ പെടാതിരിക്കാൻ കഴിവതും ശ്രമിക്കും. പ്രിൻസിപ്പാൾ നമ്മളൊന്ന് നോട്ട് ചെയ്യാതിരിക്കാനൊക്കെ കഴിവതും ശ്രമിക്കുമായിരുന്നു. നമ്മൾ അങ്ങനെയാണ് സ്കൂൾ കാലം ചിലവഴിച്ചത്. അങ്ങനെ പ്രിൻസിപ്പാളിൻ്റെ മുന്നിലേക്ക് പോവുക എന്ന് പറയുന്നത് ഭയമാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ എങ്ങാനും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളിപ്പിക്കുക. അപ്പോൾ വിളിപ്പിക്കുമ്പോൾ തന്നെ ആ മുറിക്ക് മുന്നിലെത്തുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് ഉള്ളിലേക്ക് കയറാനൊക്കെ. പക്ഷേ ഇവിടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വിജയൻ മാഷെ, അവർ ആ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. ആ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ കാണുമ്പോൾ ആ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അവർ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അത് ആ മാഷ് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇൻ്റർവെല്ലിന് മണി മുഴങ്ങുന്നത്. നേരെ കുട്ടികൾ ഓരോരുത്തരും പുറത്തു വരുന്നു. അവർ ഓടി വന്ന് മാഷെ കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയാണ്. അതിന് എന്താണ് കാരണം എന്നറിയോ? ആ മാഷ് പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ അവരിൽ ഒരാളായിരുന്നു കൊണ്ടാണ്. മാഷ് നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് റെസ്പെക്റ്റ് ഒന്നും വേണ്ട കുട്ടികളുടെ, ഞാൻ കുട്ടികളിൽ ഒരാളായി നിന്നുകൊണ്ട് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് അവരെ പഠിപ്പിക്കുന്നതെന്നാണ്. അവരുടെ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ അത് ശരിയാക്കി കൊടുക്കും. അതൊക്കെ തന്നെ അവരുടെ ഒരു സുഹൃത്തിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെയൊക്കെ നിന്നുകൊണ്ടാണ് അത് മാറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് ആ തെറ്റുകൾ മാറ്റാൻ പലപ്പോഴും കഴിയുന്നു, നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്നു, അവർക്ക് വളരാൻ കഴിയുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മാഷ് പറയുന്നുണ്ട്, ആദ്യം
ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, ഇതൊക്കെ കാലഹരണപ്പെട്ട രീതികളാണ്, പുതിയ മാർഗങ്ങൾ തേടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി മാഷ് ആ കുട്ടികളിലെ ഒരാളെ പോലെ ആ കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മാഷ് കുട്ടികൾക്കൊപ്പം ഡാൻസ് നടത്തും, അല്ലെങ്കിൽ കളിക്കും, ബാസ്കറ്റ് ബോൾ കളിക്കും. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് മാഷ സ്കൂൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുകുലം സ്കൂൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ പലപ്പോഴും വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും അത് കായിക രംഗത്തൊക്കെ തന്നെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിലാണ് മിക്കവാറും പാലക്കാട് ജില്ലയിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റുകളൊക്കെ ലഭിച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് സംസ്ഥാന കലോത്സവത്തിനൊക്കെ ലഭിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ പഠനത്തിലും അതോടൊപ്പം തന്നെ ആർട്സിലൊക്കെ തന്നെ ആ സ്കൂൾ മികച്ചു നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അധ്യാപകന്റെ ഒരു മുൻകൈ ഇടപെടൽ തന്നെ ആയിരിക്കും ഗോകുൽ. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ചെറുതായി ഒന്ന് കണ്ണ് നിറഞ്ഞു എന്നുള്ളതൊരു സത്യമാണ് അല്ലേ? സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ്.